നമസ്കാരം. എങ്ങനെയാണ് കേരളത്തിൽ CPM തങ്ങളുടെ അണികളെ ഒരു നഴ്സറിയിൽ പ്ലാന്റേഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് തൈകൾ വികസിപ്പിക്കുന്നത്, അതുപോലെ തങ്ങളുടെ അണികളെ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നും അതോടൊപ്പം തന്നെ സമാന്തരമായിട്ട് BJPക്ക് അതിശക്തമായി കേരളത്തിൽ വളരാനും ഉള്ള ഒരു അനുകൂല സാഹചര്യം എങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളത് നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഭാരതാംബ വിവാദത്തിലേക്ക് നോക്കിയാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് കേരളത്തിൻ്റെ ഈ ലാസ്റ്റ് ബസ് കേരളത്തിന് നഷ്ടമാകുന്നതെന്നും ഇതിലൂടെ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഉദാഹരണത്തിന്, വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അല്ലെങ്കിൽ ആ പോളിംഗ് നടക്കുന്നതിൻ്റെ ആ ഒരു മൂർധന്യ സമയത്താണ് രാജ്ഭവനിൽ ഈ ഭാരതാംബ വിവാദത്തിൻ്റെ പേരിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുന്ന അല്ലെങ്കിൽ ആ ചടങ്ങിൽ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾക്കുള്ള രാജ്യ പുരസ്കാരം നൽകുന്ന ആ വേദിയിൽ ഗവർണറുടെ സാന്നിധ്യത്തിൽ ഇദ്ദേഹമാണ് വിദ്യാഭ്യാസ മന്ത്രിയാണ് അധ്യക്ഷൻ. ആ മീറ്റിങ്ങിലൂടെ ബഹിഷ്കരിക്കുകയും അതിനുശേഷമാണ് ഈ വിവാദം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയും ചെയ്യുന്നത്. ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് നോക്കിയാൽ അറിയാം, ഒരേ രീതിയിൽ SFIയുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികളും SFI DYFI വിദ്യാർത്ഥികൾ ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ ABVPക്കാരും മറുഭാഗത്ത്, രണ്ടുപേരും ഒരേ ശക്തിയോടെ. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ BJPയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലക്ഷ്യം എന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമാണ്. അപ്പൊ അതിൽ തന്നെ വളരെ വ്യക്തമാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആരാണ് അധികാരത്തിൽ വരേണ്ടതെന്ന് BJP ആഗ്രഹിക്കുന്നുള്ളത്. അതോടൊപ്പം തന്നെ മൂന്നാം പിണറായി സർക്കാർ അതല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ വരണമെന്നുണ്ടെങ്കിലും കോൺഗ്രസ് ദുർബലമാകുകയും വേണം. അപ്പൊ ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ വെച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഭാവിയിലേക്ക് എങ്ങനെ വിദ്യാർത്ഥികളിലൂടെ SFIയിലൂടെ തങ്ങളുടെ അണികളെ നിർമ്മിക്കാൻ കഴിയും എന്നുള്ള ശ്രമം കൂടെയാണ്. അതുകൂടെയാണ് നമ്മളിവിടെ കാണേണ്ടത്. ഇപ്പൊ ഉദാഹരണത്തിന്, ഇനിയിപ്പോൾ വരാൻ പോകുന്ന കേരളത്തിൽ നടക്കുന്ന സംഗതികൾ, അതായത് ഇപ്പൊ തന്നെ ഇന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്ത അനുസരിച്ചിട്ട് കേരളത്തിലെ സർവകലാശാലകൾ 40 രാജ്യങ്ങളിലെ 47 സർവകലാശാലകളുമായിട്ട് കരാറിൽ ഏർപ്പെട്ടു. അതായത് സംസ്ഥാനത്ത് വിദേശ സർവകലാശാലകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം നമ്മളുടെ ഇവിടുത്തെ ഈ വിദേശ സർവകലാശാലകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലെ പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ വളരെ വിദഗ്ധരായിരിക്കും. അതോടൊപ്പം അവർക്ക് വളരെ ഭീമമായ ശമ്പളമായിരിക്കും അവർക്ക് ലഭിക്കുക. അതിലൂടെ തന്നെ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ശരാശരി ഫീസ് മതിയാകില്ല. CPM നേതാക്കളുടെ മക്കളും അതോടൊപ്പം തന്നെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരുടെ കുട്ടികളുമൊക്കെ ഈ വിദേശ സർവകലാശാലകളിലേക്ക് പോകും. ഇപ്പോൾ തന്നെ കേരളത്തിലെ സർവകലാശാലകളിൽ സീറ്റുകൾ ഏതാണ്ട് 10,000-ഓളം ഒഴിഞ്ഞു കിടക്കുന്നു. കാരണം ഇപ്പോൾ തന്നെ കേരളത്തിലെ സാമ്പത്തികമായിട്ടോ അതല്ലെങ്കിൽ പഠിച്ചു മുന്നേറണം എന്ന് താല്പര്യമുള്ള വിദ്യാർത്ഥികളൊന്നും നമ്മളുടെ സർവകലാശാലയിൽ പോകാതെ കേരളത്തിൽ തന്നെയുള്ള ഡീംഡ് സർവകലാശാലകളിലേക്കൊക്കെ പോയി തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഇനി കേരളത്തിലെ സർവകലാശാലകളിലെ നമ്മളുടെ അധ്യാപകരുടെയും അതേപോലെ തന്നെ വൈസ് ചാൻസലർമാരുടെയും ഒക്കെ നോക്കി അറിയാം, എല്ലാം രാഷ്ട്രീയമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള തീരുമാനമാണ്. അതേപോലെ തന്നെ അധ്യാപകരുടെ കാര്യം എടുത്ത് നോക്കുക. നമ്മളുടെ സാംസ്കാരിക നായകരായിട്ടൊക്കെ ഇവിടെ നമ്മുടെ കേരളത്തിൽ വിലസുന്ന അധ്യാപകരെല്ലാം ഇപ്പൊ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പും ഒക്കെ നമുക്ക് വളരെ വ്യക്തമായതാണ്. അപ്പൊ അവരെല്ലാം തന്നെ ഇത് രാഷ്ട്രീയമായ ഒരു പശ്ചാത്തലം അവിടെ ഒരുക്കി കഴിഞ്ഞു. അപ്പൊ ഇനി എങ്ങനെയാണ് പുതിയ അണികളെ സൃഷ്ടിക്കുക? അപ്പൊ അവിടെയാണ് ഈ പറഞ്ഞതുപോലെ ഈ വിദേശ സർവകലാശാലയിൽ പഠിച്ചു പോകുന്ന വിദ്യാർത്ഥികൾക്കും അതല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്കോ വിദേശത്തേക്ക് പോയി അവസരം തരുന്ന വിദ്യാർത്ഥികളൊന്നും തന്നെ തങ്ങളുടെ അണികളായി ചേരാൻ പറ്റില്ല. മറിച്ച് ഒരു മുഖ്യധാര യുവാക്കളെ അതിലേക്ക് വേണ്ടി വരും. അപ്പൊ അവിടെയാണ് ഈ സർക്കാർ സ്കൂളുകളിൽ നിന്ന് വരുന്ന സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളും ഒക്കെ ഈ സർവകലാശാലകളിലേക്ക് വരിക. അപ്പൊ അവരെ എങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയും? ഇപ്പോ ഇന്നലെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ വിവാദം ഉണ്ടായിട്ട് 2 ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അതായത് ഗവർണറുടെ കർത്തവ്യങ്ങളും കടമകളും അത് ഒക്കെ ഈ വർഷത്തിൽ തന്നെ വരാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠത്തിൽ ഉൾപ്പെടുത്തുന്നു. അതേപോലെ വരുന്ന വർഷം 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു വിദ്യാഭ്യാസ പദ്ധതിയിൽ ഒരു പാഠ്യപദ്ധതിയിൽ ഒരു പാഠം ഉൾപ്പെടുത്തുന്നത് രാഷ്ട്രീയമായിട്ടാണ് അവിടെ തീരുമാനിച്ചിരിക്കുന്നത്. മറിച്ച് വിദ്യാർത്ഥികളുടെ ആ ഒരു പഠനശേഷിയെ എങ്ങനെ വർദ്ധിപ്പിക്കാം, അതല്ലെങ്കിൽ വിദ്യാഭ്യാസ വിദഗ്ധരുടെ ഒന്നും ചർച്ചയോ
ദിവസങ്ങൾ എടുത്തുള്ള കൂടിയാലോചനകളോ ഒന്നും വേണ്ട. പെട്ടെന്ന് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് പാഠ്യപദ്ധതി ഉൾപ്പെടുത്തും. ഒന്ന് ആലോചിച്ച് നോക്കുക, തങ്ങളുടെ ഒരു രാഷ്ട്രീയ പ്രതിഷേധം അത് വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ കടത്തിവിടുന്നു. അപ്പോൾ എങ്ങനെയാണ് CPM-ന് BJP കുറ്റം പറയാൻ പറ്റുക? ഈ രാഷ്ട്രീയമായ അവരുടെ താല്പര്യങ്ങൾ വിദ്യാഭ്യാസ പദ്ധതി ഉൾപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് അവരും പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും ലാഘവത്തോടു കൂടി 10ാം ക്ലാസ്സിലെയും അല്ലെ 9ാം ക്ലാസ്സിലെയൊക്കെ പാഠ്യപദ്ധതിയെ ഒന്ന് കാണുന്നത് ആലോചിച്ച് നോക്കുക. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ അവിടെ ഈ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളിൽ ഒന്നാമത്തെ കാര്യം, വിദ്യാർത്ഥികളുടെ മുമ്പിലും കുട്ടികളുടെ മുമ്പിലും മുതിർന്നവർ പെരുമാറുമ്പോൾ അത് വിദ്യാഭ്യാസ മന്ത്രി ആയിക്കോട്ടെ, അധ്യാപകരായിക്കോട്ടെ, രക്ഷകർത്താക്കളായിക്കോട്ടെ, അതല്ല പ്രായത്തിൽ മുതിർന്നവരാണെങ്കിൽ പോലും ഒരു മിതത്വവും ഒരു ചില ഔചിത്യങ്ങളൊക്കെ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അപ്പൊ അവിടെ പങ്കെടുത്ത വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളിൽ മുഴുവൻ ഈ വിദ്യാഭ്യാസ മന്ത്രിയും അതല്ലെങ്കിൽ CPM-ഉം ഉദ്ദേശിക്കുന്ന അതേ തലത്തിൽ ഭരണഘടനയെക്കുറിച്ചും ഭരണഘടനയുടെ മൂല്യങ്ങളെക്കുറിച്ചുമൊക്കെ ആയിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ ആ ഇരിക്കുന്ന കുട്ടികളിൽ തന്നെ ഈ ഭാരതാംബയുടെ ചിത്രം, ആ ചിത്രം കേരളത്തിൽ വളരെ സർവ്വവ്യാപകമായിട്ട് പലയിടത്തും, ഇപ്പം ഉദാഹരണത്തിന് മന്ത്രി ശിവൻകുട്ടി തന്നെ നേതൃത്വമൊക്കെ നൽകി വളരെ ഗംഭീരമാക്കുന്ന ആറ്റുകാൽ പൊങ്കാല വരുന്ന സമയത്ത്, ആ സമയത്തും ഇത്തരം ചിത്രങ്ങൾ അവിടെ ഇങ്ങനെ പല സ്ഥലങ്ങളിലും കാണാൻ കഴിയും. പല ഹൈന്ദവ ഭവനങ്ങളിലും ഇത്തരം ചിത്രങ്ങൾ ഉണ്ടാവും. അതിനകത്ത് ഇന്ത്യയുടെ പടം ഉണ്ടാവണമെന്നില്ല, ചിലപ്പം കാവിക്കൊടി ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഈ സിംഹാരൂഢയായ ദേവിയുടെ ചിത്രങ്ങൾ ചില ഹിന്ദു ഭവനങ്ങളിൽ ഉണ്ടായിക്കൂടായികയില്ല. അപ്പൊ അവിടെ ഇരുന്ന കുട്ടികളിൽ തന്നെ ഒരു നല്ല ശതമാനം കുട്ടികളുടെ ഉള്ളിൽ ഒരു ദേവീ സങ്കല്പം ഉണ്ടാകാം. അതോടൊപ്പം തന്നെ മറ്റൊരു വിഭാഗം കുട്ടികൾ SFIയോട് അനുകൂലം അല്ലെങ്കിൽ മന്ത്രിയെ അനുകൂലിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ SFIയോട് അനുഭാവമുള്ള കുട്ടികൾ. അപ്പൊ അവരൊരു പക്ഷേ എങ്കിൽ മന്ത്രി പറഞ്ഞതും SFI പറയുന്നതും CPM പറയുന്നതും ഒക്കെ സ്വീകരിച്ചെന്നിരിക്കും. അപ്പൊ അവിടെ ആ വിഭാഗീയത വന്നു കഴിഞ്ഞു. അപ്പൊ ഈ ഒരു പാഠ്യപദ്ധതി ഒരു ക്ലാസ്സിൽ, ഒരു 10ാം ക്ലാസ്സിൽ, ഈ വർഷം 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പറഞ്ഞത്, ഇത് പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ആ പഠിപ്പിക്കുന്ന അധ്യാപകന്റെ രാഷ്ട്രീയ ചായ്വയുടെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ സമീപനം, SFIക്കാരായ വിദ്യാർത്ഥികളുണ്ടാവും, ABVP-കാരായ വിദ്യാർത്ഥികളുണ്ടാവും. അവിടെയൊക്കെ ഈ സംഘർഷത്തിന്റെ ഇത് വരിക. കാരണം ഈ പാഠ്യപദ്ധതിയുടെ പിന്നിൽ കടത്തിവിടുന്നത് വിദ്വേഷമാണ്. അപ്പൊ വിദ്വേഷം എങ്ങനെ സംഘർഷത്തിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ സംഘടനമായിട്ട് പുറത്തേക്ക് കൊണ്ടുവരാവുന്ന രീതിയിൽ എങ്ങനെ വിദ്യാർത്ഥികളിലേക്ക് കടത്തിവിടാം എന്നുള്ളതിന്റെ ഏറ്റവും ക്ലാസിക്കലായിട്ടുള്ള ഉദാത്തമായ ഒരു ഉദാഹരണമാണ്. ഒരിക്കലും വിദ്യാഭ്യാസത്തിലൂടെ വിദ്വേഷം നമ്മൾ കടത്തിവിടാൻ പാടില്ല. അപ്പൊ നമ്മളിവിടെ ഇത് യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങളാണ് നമ്മൾ ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങളും അതേപോലെ സാംസ്കാരിക നായകരുടെയും മറ്റുള്ള സാഹിത്യ പ്രമുഖരുടെയും കാര്യം പറയേണ്ട ആവശ്യമില്ല. കാരണം അവരൊക്കെ എവിടെ നിൽക്കുന്നു, എങ്ങനെയുള്ളവരാണെന്നൊക്കെ നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ്. പക്ഷെ സാധാരണ ജനങ്ങൾ ഈ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ സർക്കാർ സ്കൂളിലേക്ക് തങ്ങളുടെ കുട്ടികളെ വിടുന്ന രക്ഷിതാക്കൾ ഇത് ആലോചിക്കേണ്ട കാര്യമാണ്. അവരിത് ആലോചിക്കണം. ഇവര് പോകുന്നത്, ഈ പാഠ്യപദ്ധതി ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത് തങ്ങൾക്ക് അണികളെ നിർമ്മിക്കാനാണോ, അതോ അവരുടെ ഭാവിയിലേക്ക് അവർക്കും ഈ മാറുന്ന ലോകം, അതോ ഈ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കും സാമൂഹികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കും ഒക്കെ അതിഗംഭീരമായിട്ട് എങ്ങനെയാണോ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ യൂട്യൂബ് എന്ന സംവിധാനം ഉപയോഗിച്ച് വേടൻ ഇത്രയും കയറി വന്നത്, അതുപോലെ ആർക്കും കയറി വരാൻ സാധ്യതയുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വിദ്വേഷം വിദ്യാർത്ഥികളിലേക്ക് കടത്തിവിടുകയും നാളെ ഈ ഒരു പാഠ്യപദ്ധതി പഠിപ്പിക്കുമ്പോൾ ക്ലാസ്സിൽ സംഘടന ഉണ്ടാകില്ല എന്ന് പോലും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് തീർത്തു പറയാൻ പറ്റില്ല. അപ്പൊ ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയും വിദ്യാർത്ഥികളെ തമ്മിലടിപ്പിക്കുകയും സംഘർഷം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തിട്ട് അത് എങ്ങനെയാണ് തങ്ങളുടെ അണികളെ സൃഷ്ടിക്കുക, അതോടൊപ്പം തന്നെ BJPയും വളരാൻ അനുവദിക്കുക, BJPക്കും വളർച്ചയ്ക്ക് അനുകൂലമായ വളവും വെള്ളവും കൊടുക്കുക. അപ്പൊ ഇതിനിടയ്ക്ക് നോക്കുക, കോൺഗ്രസ് സാക്ഷിയായിട്ട് നിൽക്കുന്നു. അവിടെയാണ് കോൺഗ്രസിന്റെ ആ ഒരു ഗതികേട് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി. അപ്പൊ ഇത്തരത്തിൽ രാഷ്ട്രീയമായിട്ട്, ഈ രാഷ്ട്രീയമായ മുഖ്യധാരയാണ് നമ്മളെ ആര് ഭരിക്കുന്നു
അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്ന തീരുമാനങ്ങൾ ആര് സ്വീകരിക്കുന്നു എന്നൊക്കെ നിശ്ചയിക്കപ്പെടുന്നത്. നേതാക്കന്മാരുടെ മക്കൾക്കും സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്നവർക്കും ഒക്കെ ഈ പറഞ്ഞതുപോലെ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അവരുടേതായ മേഖലകളിലേക്കും ലോകങ്ങളിലേക്കും കടന്നു പോകും. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് കേരളത്തിന് ഈ അവസാന ബസ്സും നഷ്ടമാകുന്നത് എന്നുള്ള വസ്തുത.